ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസ്രയനായ യേശുവിൻ്റെ സത്യ ഏകദൈവത്തിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. 6 കാര്യങ്ങൾ യഹോവയ്ക്ക് വെറുപ്പാകുന്നു, 7 കാര്യങ്ങൾ യഹോവയ്ക്ക് അറുപ്പാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 6-7 കാര്യങ്ങളെക്കുറിച്ച് സദൃശവാക്യങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നതാണ് ഗർവമുള്ള കണ്ണുകൾ, ഹോട്ടി ഐസ്, പ്രൗഡ് ലുക്ക്. ഈ ഒരു ഗർവമുള്ള കണ്ണുകളെക്കുറിച്ച്, ഗർവത്തെക്കുറിച്ച് സദൃശവാക്യങ്ങളിൽ പലയിടത്തും നമ്മൾക്ക് കാണാൻ സാധിക്കും. സദൃശവാക്യങ്ങൾ 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നത് ഗർവമുള്ള കണ്ണുകളും അഹങ്കാരമുള്ള ഹൃദയവും പാപമത്രേ എന്നതാണ്. പാപമത്രേ എന്നത് മാത്രമല്ല, പിന്നെയും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് സദൃശവാക്യങ്ങളിൽ മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നത് പ്രൈഡ് ഗോസ് ബിഫോർ ഡിസ്ട്രാക്ഷൻ എന്നതാണ്. നാശത്തിന് മുൻപേ ഗർവം എന്ന് പറഞ്ഞാൽ ഗർവം എവിടെ വരുന്നോ അതിന് പിന്നാലെ നാശമുണ്ട് എന്നതാണ്. ഗർവം എവിടെയുണ്ടോ അതിന് പിന്നാലെ നാശം ഉണ്ട്. നാശം സ്വാഭാവികമായിട്ടും വരുന്നു. നമ്മളിൽ എല്ലാവരും സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സിൽ കുറച്ചൊക്കെ നിഗളവും അഹങ്കാരവും ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ്. എങ്കിലും ഈ ഒരു വാക്യത്തിൽ പറയുന്ന, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന യഹോവയ്ക്ക് അറുപ്പാകുന്ന, വെറുപ്പാകുന്ന ആ ഒരു ഗർവം എന്താണ് എന്നത് മനസ്സിലാക്കിക്കാൻ വേണ്ടി നമ്മൾക്ക് 2-3 വേദഭാഗങ്ങൾ കാണാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ആദ്യമായിട്ട് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലുള്ള ഗർവം മൂലം വന്ന് ഭവിച്ച ഒരു ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ നാശത്തെക്കുറിച്ചാണ്. ബാബേൽ എന്ന ഗോപുരം പണിയാൻ വേണ്ടി അന്നത്തെ ആളുകൾ അവർ തീരുമാനിച്ചപ്പോൾ അവർ പറഞ്ഞത് ആകാശത്തോളം പോകുന്ന ഒരു ഗോപുരം നമ്മൾക്ക് ഉണ്ടാകാം, ആകാശത്തോളം വരെ ഉയരുന്ന ആ ഒരു ഗോപുരം ഉണ്ടാക്കി. അവർ പറയുന്നത് ആ ഒരു ഗോപുരം പണി കഴിപ്പിച്ചത് കൊണ്ട്, ആ ഒരു വലിയ സിറ്റി പണി കഴിപ്പിച്ചത് കൊണ്ട് നമ്മൾക്ക് പേര് സമ്പാദിക്കാം എന്നുള്ളതാണ്. നമ്മൾക്ക് അവിടെ പേരും പ്രശസ്തിയും മഹത്വവും മഹിമയും നേടാം എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഇത് ഞങ്ങൾ പണിതതായതുകൊണ്ട് എന്നുള്ളത്. ആ ഒരു പണിയാൻ അവർ തുടങ്ങുന്ന ഗോപുരം കാണാൻ വരുന്ന ദൈവം അവരുടെ മനസ്സിലെ ഹൃദയവിചാരങ്ങൾ, ഗർവമുള്ള പ്രൗഢമുള്ള ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കി ദൈവം അവരെ ചിതറിച്ച് കളയുകയാണ്. അങ്ങനെ ബാബേൽ പണി കഴിയാതെ അങ്ങനെ തന്നെ അവർ ചിതറിപ്പോയത് കൊണ്ട് അവർക്കവിടെ ഡിസ്ട്രക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. പ്രൈഡ് ഗോസ് ബിഫോർ ഡിസ്ട്രക്ഷൻ. പ്രൈഡ് ഗോസ് ബിഫോർ ഫോൾ എന്നത് ഇംഗ്ലീഷിലെ ഒരു ചൊല്ലാണ്, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ചൊല്ലാണ്. ഈ ലോകത്തിൻ്റെ ജ്ഞാനം അപ്പച്ചൻ്റെ പുസ്തകത്തിൽ നിന്നാണ് എല്ലാ ജ്ഞാനവും എന്നതും ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു വേദഭാഗത്തും ഇതുപോലെ തന്നെ ഗർവമുള്ള ചിന്തകൾ കൊണ്ട് ഒരാൾക്ക് വന്ന വലിയ നാശത്തെക്കുറിച്ച്, ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഈ ഒരു വചനം നമ്മൾക്ക് വായിച്ചു കാണാം. ഈ ഒരു നാശം സംഭവിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു ചെറിയ ഗ്ലിംസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു നാശം സാത്താന് വരുന്ന നാശമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം മുതൽ കാണാം. പ്രഭാതത്തിൽ നീ വിലപിക്കുക, ജനതകളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാനിരുന്ന് വാഴും. ഞാൻ ഉന്നതങ്ങൾക്കും മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നിങ്ങനെ നീ മനസ്സിൽ പറഞ്ഞിരുന്നത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് വീഴും. ഇത് സാത്താൻ്റെ മോർണിംഗ് സ്റ്റാർ എന്ന് ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ മറ്റൊരു വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അരുണോദയ പുത്രൻ എന്നതാണ്. മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മഹിമയുള്ള മഹത്വമുള്ള ഒരു ഏഞ്ചൽ തന്നെ ആയിരുന്നായിരിക്കണം സാത്താൻ. ഇത്തരം കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ബൈബിളിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. എങ്കിലും സാത്താൻ്റെ പതനത്തെക്കുറിച്ച്, അത് വന്ന വഴിയെക്കുറിച്ച് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു. സാത്താൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഗർവ വിചാരങ്ങളാണിത്. ഞാൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ഒപ്പമിരുന്ന്, ദൈവത്തോട് ഒപ്പമിരുന്ന് വാഴും, അല്ലെങ്കിൽ ഞാൻ അത്യുന്നതനും മീതെ ആകും എന്നുള്ള, അത്യുന്നതൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ ഞാനും എൻ്റെ വാസസ്ഥലം വെക്കും എന്നിങ്ങനെയുള്ള ഗർവമുള്ള ആ ഒരു ചിന്തകൾ നിമിത്തം ഏറ്റവും മഹത്വമേറിയ മോർണിംഗ് സ്റ്റാർ എന്ന പദവിയുള്ള ആ ഒരു വലിയ പ്രകാശത്തിൻ്റെ ഒരു
സ്വഭാവത്തെയൊക്കെ കാണിക്കുന്നതാണ് ഈ മോർണിംഗ് സ്റ്റാർ എന്ന ഈ ഒരു വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടെ നിന്നും ഏറ്റവും മോശമായ വലിയൊരു നാശത്തിലേക്കാണ്, പതനത്തിലേക്കാണ് സാത്താൻ തൻ്റെ ഗർവമുള്ള ചിന്തകൾ കൊണ്ട് വീണുപോയത്. പ്രൈഡ് ഗോസ് ബിഫോർ ഡിസ്ട്രക്ഷൻ. പ്രൈഡ് ഗോസ് ബിഫോർ ഡിസ്ട്രക്ഷൻ. നാശത്തിന് മുൻപേ ഗർവം എന്നത് ഇവിടെയും നമ്മൾ കാണുന്നു. ഇനി മറ്റൊരു വേദഭാഗത്തിൽ, ഒരുപാട് വേദഭാഗങ്ങളിൽ നമ്മൾക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. പക്ഷെ മറ്റൊരു വേദഭാഗത്തിൽ നമ്മൾ കാണുന്നത് സ്വന്തം ശക്തിയിൽ ഊന്നിയുള്ള ഒരു ഗർവമുള്ള വാക്കുകളാണ്. ഈ വാക്കുകൾ ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും വേദഭാഗത്തിൽ നമ്മൾ കാണുന്നതാണ്. ദാവീദ് എന്ന ചെറിയ ബാലനെ കാണുമ്പോൾ ഗോലിയാത്ത് പറയുന്നത്, ഞാനെന്താ നായാണോ നീ വടിയുമായിട്ട് എന്നെ എതിരിടാൻ വന്നിരിക്കുന്നത്? ഞാൻ നിന്നെ ആകാശത്തിലെ പറവകൾക്കും ആനിമൽസിനുമൊക്കെ കൊടുക്കും എന്ന് പറഞ്ഞ് സ്വന്തം ശക്തിയിൽ, സ്വന്തം കഴിവിൽ അഹങ്കരിച്ചുകൊണ്ട് ഗോലിയാത്ത് സംസാരിക്കുമ്പോൾ, അത്യുന്നതൻ്റെ ശക്തിയിൽ, അത്യുന്നതൻ്റെ കഴിവിൽ പ്രശംസിച്ചുകൊണ്ട്, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട്, ദൈവത്തിൻ്റെ ശക്തിക്ക് മഹത്വം കൊടുത്തുകൊണ്ട് ദാവീദ് എന്ന ചെറിയ ബാലൻ അവിടെ ഗോലിയാത്തിനെ വീഴ്ത്തുകയാണ്. അവിടെ ഏറ്റവും കൂടുതൽ മഹത്വം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇതുകൊണ്ട് തന്നെ സ്വന്തം ശക്തിയിൽ അഹങ്കരിച്ച, പ്രൗഢം അല്ലെങ്കിൽ വലിയ ഗർവമുള്ള ചിന്തകളുമായിട്ടും സംസാരങ്ങളുമായിട്ടും ഒക്കെ വന്ന ഗോലിയാത്ത് ദാവീദിൻ്റെ മുമ്പിൽ വീണു പോവുകയാണ്. പ്രൈഡ് ഗോസ് ബിഫോർ ഡിസ്ട്രക്ഷൻ. പ്രൈഡ് ഗോസ് ബിഫോർ ഡിസ്ട്രക്ഷൻ. ഈ 3 വേദഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഗർവമുള്ള ഹൃദയവും ഗർവമുള്ള ചിന്തകളും വരുമ്പോൾ മനുഷ്യരുടെ മുൻപിൽ ഉന്നത ഭാവം കാണിക്കുന്നതിനേക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് മറ്റൊരു തരത്തിലെ ചിന്തയാണ് മനുഷ്യരെ നയിക്കുന്നത്. ദൈവത്തിൽ ആശ്രയം വെക്കാൻ മടിക്കുന്ന ഒരു ഹൃദയ വിചാരം. ഈ 3 പേരും ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത്. ദൈവത്തിന് ഇനി എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ കഴിവിൽ, എൻ്റെ ശക്തിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പ്രാപ്തനാകുമ്പോൾ പിന്നെ ദൈവം എന്തിനാണ് എനിക്ക് വേണ്ടത് എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും സ്വാഭാവികമായിട്ടും അകന്ന് പോകുന്നു. ദൈവത്തിൽ നിന്നും സ്വാഭാവികമായിട്ടും അകന്നു പോകുന്ന ഒരാളെ വേട്ടയാടാൻ വേണ്ടി ഇരിക്കുന്നത് നാശം തന്നെയാണ്. ഈ ഒരു വാക്യത്തിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ പ്രൈഡ് ഗോസ് ബിഫോർ ഡിസ്ട്രക്ഷൻ. നാശത്തിന് മുമ്പേ ഗർവം. ഗർവമുള്ള കണ്ണുകളും ഗർവമുള്ള ഹൃദയവും ഗർവമുള്ള ഹൃദയ വിചാരങ്ങളും നാശത്തിലേക്ക് സ്വാഭാവികമായിട്ടും നയിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ദൈവം സദൃശവാക്യങ്ങളിൽ കൂടി നമ്മളെ കാണിച്ചു തരുന്നത്. ദൈവത്തിന് അറുപ്പുള്ള, വെറുപ്പുള്ള, ഗർവമുള്ള കണ്ണുകൾ നമ്മൾക്ക് ഉണ്ടാകരുത് എന്നുള്ള കാര്യം. ദൈവത്തിൽ ആശ്രയിക്കുക എന്നതാണ് ദൈവം ഒരാളിൽ നിന്നും എന്നും ആഗ്രഹിക്കുന്നത്. എല്ലാ കാര്യത്തിലും എന്തിനും ഏതിനും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നോട്ടം യഹോവയെങ്കിലേക്ക് ഉയർത്തുന്നവരായിട്ടുള്ള ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മളെല്ലാവരെയും കാണണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിന് എതിരായിട്ട് നമ്മളെ നയിക്കുന്ന ഒരു കാര്യമാണ് ഗർവം. നമ്മളുടെ ശക്തിയിലും ബുദ്ധിയിലും നമ്മളുടെ കഴിവിലുമൊക്കെ നമ്മൾ ആശ്രയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ദൈവത്തെ തിരിഞ്ഞു നോക്കാറില്ല, ആശ്രയിക്കാറുമില്ല. 1 പത്രോസ് 5:6 എഴുതിയിരിക്കുന്നത്, തക്ക സമയത്ത് നിങ്ങളെ ദൈവം ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള ഭുജത്തിൻ്റെ കീഴെ താണിരിപ്പീൻ എന്നാണ്. ഹംബിൾ ബിഫോർ ദ മൈറ്റി ഹാൻഡ് ഓഫ് ദ ലോർഡ്. ഹംബിൾ ബിഫോർ ദ മൈറ്റി ഹാൻഡ് ഓഫ് ദ ലോർഡ്. ഇവിടെയും കാണുന്നത് അങ്ങനെ തന്നെയാണ്. മൈറ്റി ഹാൻഡ്, ബലം, ശക്തി, കഴിവ്, മഹിമ, മേന്മ, ഇതെല്ലാം ദൈവത്തിന് ഉള്ളതാണ്. അപ്പം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എല്ലാം ദൈവത്തിനാണ് മഹത്വം കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ഹംബിൾ നേച്ചറാണ് നമ്മൾക്ക് വരുന്നത്. നമ്മളുടെ കഴിവിലും ബുദ്ധിയിലും ശക്തിയിലും ഒക്കെ അമിതമായിട്ട് ആശ്രയിക്കാതെ എല്ലാ കാലത്തും എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ബലമുള്ള കൈയുടെ കീഴിൽ താണിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ ദൈവം നമ്മളെയൊക്കെ ഉയർത്തുവാൻ തീരുമാനിക്കും. കാരണം നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. ബലം യഹോവയിൽ ഉള്ളവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ബലം എപ്പോഴും യഹോവയിൽ തന്നെയാകട്ടെ. ഗർവമുള്ള കണ്ണുകളും ഗർവമുള്ള ഹൃദയങ്ങളും ഗർവമുള്ള വിചാരങ്ങളും ഒക്കെ നമ്മളെ പലപ്പോഴും നമ്മളറിയാതെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നെന്നിരിക്കും. ഇങ്ങനെയുള്ളപ്പോഴാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇടത്തോട്ടോ വലത്തോട്ടോ പുറമോട്ടോ ഒക്കെ നിങ്ങൾ തിരിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കും, നേരെയുള്ള വഴി ഇതാകുന്നു, ഇങ്ങനെ പോകുവീൻ എന്നുള്ളത്.
അപ്പോൾ ഈ ഒരു മെസ്സേജിൽ കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊക്കെ അറിയാതെ നമ്മുടെ മനസ്സിൽ ഇടം തേടുന്ന ഗർവം, അല്ലെങ്കിൽ നിഗളം, അഹങ്കാരം എന്നുള്ളതിനെയൊക്കെ പറിച്ച് മാറ്റിക്കളയാൻ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നു. എപ്പോഴും എന്നും ദൈവത്തിന് മാത്രം മഹത്വം കൊടുത്തുകൊണ്ട് ആ ഒരു ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കം fall in love with Jesus and fall in love with the word of God.